നമ്മുടെ സാംസ്കാരിക പ്രവർത്തകന്മാരും ബുദ്ധിജീവികളും എന്ത് ചെയ്യുന്നുവെന്ന് കേരളം വലിയ കൗതുകത്തോടെ കാണേണ്ട ഒരു കാലമാണ്. എന്താണ് ഒരു ബൗദ്ധിക സമൂഹത്തിൽ സാംസ്കാരിക നായകന്മാർ പോകട്ടെ, സാംസ്കാരിക പ്രവർത്തകന്മാരുടെ ജോലി എന്താണ്? ഒരു കാലത്ത് നമ്മുടെ മുമ്പിൽ അനീതികൾ, അതിക്രമങ്ങൾ നടമാടുമ്പോൾ, ലോകം മിണ്ടാൻ മടിക്കുമ്പോൾ, പല കാരണങ്ങളാൽ കാണികൾ ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ, കണ്ടു നിൽക്കുന്നവർക്കൊന്നും മിണ്ടാൻ കഴിയാതെ നാക്കിറങ്ങി പോകുമ്പോൾ, ദുർബലമായ നാവുകൾ അതിശക്തമായി ചലിപ്പിക്കുന്നവനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സാംസ്കാരിക പ്രവർത്തകന്മാരെന്ന് പറയുക. കേരളത്തിൽ യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തകന്മാർ, നട്ടെല്ലുള്ള ബുദ്ധിജീവികൾ കുറ്റിയേറ്റുപോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട വല്ലാത്ത മൗനം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വയനാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന കുട്ടി പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സാഹചര്യം, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന, ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന, അതും ഇപ്പോൾ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രബല കക്ഷിയായ അതിൻ്റെ നായകസ്ഥാനത്ത് നിൽക്കുന്ന CPIM-ൻ്റെ ആശീർവാദത്തോടും അവരുടെ ഉത്തരവാദിത്വത്തോടും കൂടി അവരുടെ B ടീമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരുടെ വളരെ കൃത്യമായി കേസെടുത്ത് പ്രതിപ്പട്ടികയിൽ വന്നു. എല്ലാം SFIക്കാരാണ്. ആ SFIക്കാർ കാണിച്ച ഒരു അക്രമത്തെ നേർക്കുനേരെ നിന്ന് ഇത് അക്രമമാണെന്ന് പറയാൻ കേരളത്തിൽ എത്ര പേരുണ്ട്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് മിണ്ടാൻ സാധിക്കാത്തത്? TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതാണ് ഇതിന് സമാനമായൊരു സംഭവം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത്. അന്ന് പക്ഷേ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിനെതിരായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച, നേരത്തെ തന്നെ ഇടതുപക്ഷ മേൽവിലാസമുള്ള എഴുത്തുകാരും കവികളും ഒക്കെ തന്നെ നല്ലൊരു ശതമാനം പേർ വിട്ടുവീഴ്ചയില്ലാതെ, യാതൊരു ഒരു മടിയും കൂടാതെ ആ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. വെട്ടുവഴി കവിതകൾ എന്ന പേരിൽ അന്ന് DC ബുക്സ് പുറത്തിറക്കിയ കാവ്യസമാഹാരത്തിൽ ഇടതുപക്ഷക്കാരായ അറിയപ്പെടുന്ന പലരും കൂടി കവിതകൾ എഴുതി. എന്ന് പറഞ്ഞാൽ സമീപകാലം വരെ കേരളത്തിൻ്റെ പ്രതികരണശേഷിക്ക് കാര്യമായി ഒന്നും സംഭവിച്ചിരുന്നില്ല. ആളുകൾ പറയേണ്ടത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെങ്കിലും പറയും. അല്ലാത്ത കാലത്ത് പരമാവധി ഭരണകൂടത്തിനും ഒക്കെ ഒത്താശകൾ ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യും. കാരണം ഒത്താശ ചെയ്ത് നിന്നാൽ ഭരണകൂടത്തിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക പ്രവർത്തകന്മാർ, എഴുത്തുകാർ, കലാകാരന്മാർ അംഗീകാരം അർഹിക്കുന്നത് അംഗീകാരം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. അംഗീകാരം ഉള്ളത് ആകട്ടെ ഭരണകൂടത്തിൻ്റെ കയ്യിലാണ് താനും. ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നവർക്കോ ഏറ്റവും ചുരുങ്ങിയത് അവർക്കെതിരായി ഒന്നും പറയാത്തവർക്കോ ആണ് എന്നാണ് പലപ്പോഴും എഴുത്തുകാരും കലാകാരന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരും കലാകാരന്മാരും സാധാരണഗതിയിൽ ബുദ്ധിജീവികൾ എന്ന പേരുള്ളവരൊക്കെ തന്നെ ഭരണകൂടത്തെ പിണക്കാൻ അങ്ങനെ എളുപ്പം തയ്യാറാവാറില്ല. മാത്രമല്ല, അടുത്ത തവണ അധികാരത്തിൽ വരാൻ ഇടയുള്ളവർ ആരാണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് കാലേ കൂട്ടി ഇലക്ഷൻ കാലത്ത് തന്നെ ആ മുന്നണിയോട് ഐക്യപ്പെടാനും അവർക്ക് വേണ്ടി പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്ന വളരെ വളരെ ബുദ്ധിമാന്മാരായ, അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ, വളരെ കാലേ കൂട്ടി ബുദ്ധി കാണിക്കുന്ന ബുദ്ധിജീവികൾ നമ്മുടെ മലയാളത്തിൽ ധാരാളമുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ അരുതാത്തത്, തീർത്തും അപ്രതീക്ഷിതമായി ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നടക്കുന്ന സംഭവവികാസങ്ങളിൽ പ്രതികരിക്കാൻ കൂട്ടാക്കാത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, അക്കാഡമികൾ, അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ, മുതിർന്ന എഴുത്തുകാർക്കുള്ള എത്രയോ അംഗീകാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഉൾപ്പെടെ, വയലാർ അവാർഡ് ഉൾപ്പെടെ, എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ, കേരളത്തിൽ ഒരു എഴുത്തുകാരന് കൊടുക്കാവുന്ന വലിയ അവാർഡുകളൊക്കെ നേടിയ ആളുകൾ, അവരുടെ വാക്കിന് വലിയ വിലയുണ്ട്. അവർ പറയേണ്ട നേരത്തെ പറയേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ്റെ മനസാക്ഷിയാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നൊരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മനസാക്ഷി ഈ ഞെട്ടലിനോടൊപ്പമുണ്ട്. മലയാളത്തിൻ്റെ മനസാക്ഷി യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ കൂടെയുണ്ട്. ഭരണകൂടത്തിൻ്റെ ഉപശാലകളിൽ നിന്ന് ക്രിമിനലിസം പഠിച്ച് പുറത്തിറങ്ങുന്ന ഈ ക്രിമിനലുകളുടെ കൂടെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ.
മിണ്ടാൻ ആരുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആരും എത്ര പേര് മിണ്ടി, എത്ര പേര് പറഞ്ഞു? നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് എല്ലാ വേദിയായ വേദികളിലൊക്കെ കടന്നിറങ്ങിപ്പോരുന്നവരുണ്ട്. എല്ലാവർക്കും സ്വീകാര്യരായ, ആരെയും പിണക്കാത്ത ധാരാളം എഴുത്തുകാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷ വേദികളിലെ നിരന്തര സാന്നിധ്യമായ ആളുകളുണ്ട്. ആരെങ്കിലും ഒരു ഉത്തരവാദിത്തത്തോടെ ഈ വയനാട് സംഭവത്തെ, പൂക്കോട് കൊലപാതകത്തെ അപലപിക്കാൻ, കൊലപാതകം ആണോ ആത്മഹത്യയാണോ, ആത്മഹത്യയാണെങ്കിൽ തന്നെ ആ ആത്മഹത്യയുടെ പ്രേരണ ആരുടേതാണ്, ആ പ്രേരണാ കുറ്റത്തിൽ ആരൊക്കെയാണ് പ്രതികളായി നിൽക്കുന്നത്? പോലീസ് കേസെടുക്കുമ്പോൾ മാത്രം, ഒരു പ്രതിക്കൂട്ടിൽ, ഒരു കേസിൻ്റെ പ്രതിപട്ടികയിൽ വരുമ്പോൾ മാത്രം ഞങ്ങളുടെ സംഘടനയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്നവർക്ക് എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവർ നടത്തിയ എല്ലാ ക്രിമിനൽ കുറ്റങ്ങൾ, അവർ നടത്തിയ കേസ് തെളിവ് നശിപ്പിക്കൽ, ആ കുട്ടിക്കെതിരായി മരണത്തിന് ശേഷം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ബദൽ കുറ്റപത്രങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് ആർക്കാണ് മിണ്ടാതിരിക്കാൻ? എങ്ങനെയാണ് ഈ മനുഷ്യർ എഴുത്തുകാരാണെന്ന്, ബുദ്ധിജീവികളാണെന്ന്, സാംസ്കാരിക പ്രവർത്തകരാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കേരളത്തിന് ചില പാഠങ്ങളുണ്ട്, അതെങ്കിലും പാഠമായി തീരേണ്ടതാണ്. നിങ്ങളെല്ലാ അംഗീകാരങ്ങളും, സർക്കാരിൻ്റെ എല്ലാ അംഗീകാരങ്ങളും വാങ്ങിക്കൊള്ളുക. അങ്ങനെ വാങ്ങിയാൽ പോലും നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പറയാൻ തയ്യാറായ മാതൃക സമീപകാലത്ത് കേരളത്തിലുണ്ടായി. മലയാളത്തിൻ്റെ കാരണവരായ MT വാസുദേവൻ നായർ അത് കാണിച്ചു. നിങ്ങളെനിക്ക് അവാർഡുകൾ തന്നത് എനിക്കല്ല, എൻ്റെ ക്രിയാശേഷിക്കാണ്. ആ അവാർഡ് തന്നതിനൊക്കെ നന്ദിയുണ്ടാവും, അംഗീകാരങ്ങൾ തന്നതിനൊക്കെ നന്ദിയുണ്ടാവും. എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ വാഴ്ത്തുപാട്ടുകൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന അതിക്രമങ്ങളെ, നിങ്ങൾ കാണിക്കുന്ന അരുതായ്മകളെ അതിൻ്റെ പേരിൽ അവഗണിക്കാനോ, അതിൻ്റെ പേരിൽ മൗനം കൊണ്ട് പിന്തുണക്കാനോ ഞാനില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിൽ നിന്നും നമ്മൾ പഠിച്ചില്ല. EMS നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കോഴിക്കോട്ട്. അതും കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവത്തിൻ്റെ വേദിയിലാണ് പറഞ്ഞത്, KLF-ൻ്റെ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മാതൃക കേരളത്തിലുള്ളപ്പോൾ പോലും അതിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിച്ചില്ല. അപ്പോഴും നമ്മൾ ഭരണകൂടത്തിനെതിരായി ഒരു അക്ഷരം മിണ്ടൂലാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഒരാൾ പോലും, ഒരു കാര്യമായ ഒരാൾ പോലും മിണ്ടേണ്ടവർ പലപ്പോഴും, ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് ചിലപ്പോഴൊക്കെ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയി പലതും. പക്ഷേ പറഞ്ഞതിന് ശേഷം പറഞ്ഞതിന് അദ്ദേഹത്തിന് കണക്കിന് കിട്ടി. കാരണം അദ്ദേഹത്തിന് സർക്കാരിനേക്കാളേറെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ സർക്കാരിന് വേണ്ടി സൈബർ പോരാട്ടം നടത്തുന്ന ഗുണ്ടായിസം അത് വേറെയുണ്ട്. അത് അദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പലതരത്തിലാണ് പറഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, മിണ്ടിയ പെട്ടുപോകുന്ന അവസ്ഥ, മാപ്പ് പറയേണ്ടി വരുന്ന അവസ്ഥ ഒക്കെയാണ് എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹം നേരിടുന്നത്. അതുകൊണ്ട് സച്ചിദാനന്ദനൊക്കെ നാവുമരം പോലുള്ള വലിയ കവിതകൾ, മനുഷ്യൻ മിണ്ടാതായി പോകുമ്പോൾ ഭരണകൂടം എഴുത്തുകാരൻ്റെയും കവിയുടെയും നാവ് എറിഞ്ഞു കളഞ്ഞാൽ ഓരോ നാവും, അങ്ങനെ എറിയപ്പെടുന്ന ഓരോ നാവും, ഓരോ ബുദ്ധിജീവിയുടെ നാവും മരങ്ങളായി മണ്ണിൽ മുളച്ചു വരുമെന്നും, അങ്ങനെ മുളച്ചു വരുന്ന നാവുമരങ്ങൾ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കുന്ന വർത്തമാനങ്ങൾ പറയുമെന്നുമൊക്കെ സ്വപ്നം കണ്ട കവിയാണ്. ആ കവി ഇന്ന് എന്ത് ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് പേർ കേരളത്തിലെ, ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, കേരളത്തിൻ്റെ നികുതിപ്പണത്തിൽ നിന്ന് അംഗീകാരങ്ങൾ വാങ്ങിയ കവികൾ എത്ര പേരുണ്ട്? അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്? എത്ര എഴുത്തുകാർ ജീവിച്ചിരിപ്പുണ്ട്? വലിയ സമ്മാനങ്ങൾ വാങ്ങിയവരുണ്ട്. അവരൊക്കെ ഇന്ന് കേരളത്തിൻ്റെ ഈ പരിതാവസ്ഥയിൽ ഭരിക്കുന്നത് ആരാണ് എന്നതല്ല, ഒരു കുട്ടിയുടെ ദയനീയമായ, വളരെ ഭീകരമായൊരു കൊലപാതകത്തെ കണ്ടു നിൽക്കാൻ. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ പ്രതികരിച്ചവർ പോലും ഇപ്പോൾ പ്രതികരിക്കാനില്ല. കേരളത്തിൻ്റെ സാംസ്കാരികമായൊരു വളർച്ചയുടെ ഗ്രാഫ് എങ്ങോട്ടാണ്? കേരളം എന്ന സാംസ്കാരിക പ്രയോഗം, അല്ലെങ്കിൽ കേരളം എന്ന സാംസ്കാരിക സമ്പർക്കം എന്നേക്കുമായി വരിയുടക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലയാളത്തോട് ഏറ്റവും ഒടുവിൽ വിളിച്ചു പറഞ്ഞ റഫീഖ് അഹമ്മദ് എന്ന കവി, റഫീഖ് അഹമ്മദ് എന്ന ഗാനരചയിതാവ് മാത്രമാണ് കേരളത്തിൻ്റെ മാനം കാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നുണ്ട്. റഫീഖ് അഹമ്മദ് കവിയാണ്, ഗാനരചയിതാവാണ്. റഫീഖ് അഹമ്മദ് ചിത്രകാരൻ പോലും ആയിത്തീരുന്നു എന്നതാണ്. റഫീഖ് അഹമ്മദ് തന്നെ വരച്ച ഒരു കാർട്ടൂൺ, ഒരു കാളയെ കാണിച്ചിട്ട് സാംസ്കാരിക കേരളമാണ് എന്ന് പേര് കൊടുത്തിട്ട് ആ കാളയെ വരിയുടക്കാൻ വരുന്നവരോട് ആ പൊതുജനം വിളിച്ചു പറയുന്നുണ്ട്, വേണ്ട സാർ, ആ ജീവി നേരത്തെ വരിയുടക്കപ്പെട്ടതാണ്. കേരളം എന്ന സാംസ്കാരിക ജീവി, കേരളം എന്ന സാംസ്കാരിക സ്വത്വം എന്നേക്കുമായി വരിയുടക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ റഫീഖ് അഹമ്മദിന് കാലം കൊടുത്ത ഉത്തരവാദിത്തമാണത്. മിണ്ടാത്ത ലോകത്ത്, ശബ്ദമില്ലാത്ത ലോകത്ത്, വലിയ സമ്മാനങ്ങൾ മോഹിച്ചുകൊണ്ട് സ്ഥാനമോഹികളുടെ, യശപ്രാർത്ഥികളുടെ ഒരു ശവലോകത്ത് അല്ലെങ്കിൽ ഒരു പ്രേതലോകത്ത് ജീവിക്കുന്ന കേരളം,
ആ കേരളം ഒരു മനുഷ്യനോട് എങ്കിലും വളരെ വളരെ അങ്ങേയറ്റം ആത്മാർത്ഥമായി ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നു. റഫീഖ് അഹമ്മദ് എന്ന ആരാധ്യനായ സുഹൃത്തിന് ഒരിക്കൽ കൂടി സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.